ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ആരോഗ്യകരമായ മത്സര രീതികളാണ് ജീവിതത്തിൽ പിന്തുടരേണ്ടതെന്ന് പരീക്ഷാ പേ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാർത്ഥികളെ പരസ്പരം താരതമ്യം ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും രക്ഷിതാക്കളോട് പ്രധാനമന്ത്രി. 15 സംസ്ഥാനങ്ങളിലെ 56 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 27-ന്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ നിയമസഭയിൽ ഇന്ന് നടന്നു. ഗവർണർക്കെതിരെ വിമർശനമുന്നയിച്ച് ഭരണപക്ഷ MLA-മാർ. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ അപാകത ആരോപിച്ച് പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. ബജറ്റ് സമ്മേളനം ഫെബ്രുവരി 15 വരെയാക്കി വെട്ടിച്ചുരുക്കാൻ തീരുമാനം. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ നാളെ സർവകക്ഷി യോഗം വിളിച്ചു. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ബീറ്റിംഗ് ദ റിട്രീറ്റ് ചടങ്ങ് ന്യൂഡൽഹിയിൽ നടന്നു. വാർത്തകൾ വിശദമായി. വെല്ലുവിളികളും മത്സരങ്ങളും ജീവിതത്തിൽ പ്രചോദനം പകരുമെങ്കിലും അവ ആരോഗ്യകരമായ രീതിയിലാണ് വേണ്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരസ്പരം മത്സരിക്കുന്നതിന് പകരം വിദ്യാർത്ഥികൾ സ്വയം മത്സരത്തിൽ ഏർപ്പെടണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പരീക്ഷാ പേ ചർച്ചയിൽ പറഞ്ഞു. പരീക്ഷാ സമ്മർദ്ദത്തെ നേരിടുന്നതിനായി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കണമെന്നും രക്ഷിതാക്കളും അധ്യാപകരും ഇതിനായി കുട്ടികളെ പിന്തുണയ്ക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിദ്യാർത്ഥികളെ പരസ്പരം താരതമ്യം ചെയ്യരുതെന്നും കുട്ടികളുടെ പ്രകടന റിപ്പോർട്ടിനെ രക്ഷിതാക്കൾ സ്വന്തം നേട്ടമായി പ്രദർശിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. माँ बाप प्रेशर पैदा करते हैं, ये क्यों नहीं किया, वो क्यों नहीं किया. ये सुबह शाम जो कमेंट्री चलती है, रनिंग कमेंट्री, और कभी माँ थक जाती है तो पापा की कमेंट्री शुरू होती है, कभी पापा थक जाते हैं तो बड़े भाई की कमेंट्री शुरू हो जाती है, और वो अगर कम पड़ता है तो स्कूल में टीचर की. फिर कारण कुछ नहीं है, समझ का अभाव है, और बिना कारण उसको हम संकट मान लेते हैं. जब एक्चुअली करते हैं तो लगता है नहीं यार इतना मुश्किल नहीं था, मैंने बेकार में दबाव झेलता रहा. तो मुझे लगता है कि एक तो इनको पूरे परिवार ने, टीचर ने, सबने मिलकर के एड्रेस करना होगा. പ്രഗതി മൈതാനിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന പരീക്ഷാ പേ ചർച്ചയ്ക്കായി 6 മുതൽ 12 വരെ ക്ലാസുകളിൽ നിന്നായി 2.26 കോടിയിലേറെ വിദ്യാർത്ഥികളാണ് രജിസ്റ്റർ ചെയ്തത്. പരീക്ഷാ സമ്മർദ്ദത്തെ അതിജീവിക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ പങ്കുവച്ച പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുടെ സംശയങ്ങളും ദൂരീകരിച്ചു. രാജ്ഭവൻ, വിദ്യാലയങ്ങൾ തുടങ്ങി സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ പരീക്ഷാ പേ ചർച്ച തത്സമയം പ്രദർശിപ്പിച്ചു. പരീക്ഷാ പേ ചർച്ചയുടെ അവതാരകയായി മലയാളി വിദ്യാർത്ഥിനി മേഘന N. നാഥ്. പരിപാടിയുടെ 2 അവതാരകരിൽ ഒരാളായിരുന്നു കോഴിക്കോട് ഈസ്റ്റ് ഹിൽ കേന്ദ്രീയ വിദ്യാലയത്തിലെ +1 വിദ്യാർത്ഥിനിയായ മേഘന. പരീക്ഷാ പേ ചർച്ചയുടെ 6 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മലയാളി വിദ്യാർത്ഥി അവതാരകയാകുന്നത്. 3000 വിദ്യാർത്ഥികളാണ് പരീക്ഷാ പേ ചർച്ചയിൽ ഇക്കുറി നേരിട്ട് പങ്കെടുത്തത്. ഓരോ സംസ്ഥാനത്തു നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും 2 വീതം വിദ്യാർത്ഥികളും ഓരോ അധ്യാപകരും പ്രത്യേക അതിഥികളായി. 15 സംസ്ഥാനങ്ങളിലെ ഒഴിവ് വരുന്ന 56 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 27-ന് നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത് സംബന്ധിച്ച വിജ്ഞാപനം അടുത്ത മാസം 8-ന് പുറപ്പെടുവിക്കും. ഫെബ്രുവരി 15-ആണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, ഭൂപേന്ദ്ര യാദവ്, വി മുരളീധരൻ, എൽ മുരുകൻ, രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവരുടെ അംഗത്വ കാലാവധി ഏപ്രിലിൽ പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ നിയമസഭയിൽ ഇന്ന് നടന്നു. ഇ. ചന്ദ്രശേഖരൻ MLA-യാണ് പ്രമേയം സഭയിൽ അവതരിപ്പിച്ചത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ചർച്ചയിലുടനീളം ഭരണപക്ഷ അംഗങ്ങൾ ഉന്നയിച്ചത്. ഭരണഘടനാ ഭേദഗതി വരുത്തി ഗവർണർ പദവി തന്നെ ഒഴിവാക്കേണ്ട ഒന്നാണെന്ന് ഇ. ചന്ദ്രശേഖരൻ സഭയിൽ അഭിപ്രായപ്പെട്ടു. ഗവർണർ നയപ്രഖ്യാപനത്തോട് സ്വീകരിച്ച സമീപനം പ്രതിഷേധാർഹമാണെന്ന് കെ ശൈലജ പറഞ്ഞു. പി. ബാലചന്ദ്രൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, മാത്യു ടി തോമസ്, ദലീമ ഉൾപ്പെടെയുള്ള MLA-മാർ ചർച്ചയിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണത്തിൽ അപാകത ഉണ്ടെന്ന് ആരോപിക്കുന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്ന് നിയമസഭാ നടപടികൾ ബഹിഷ്കരിച്ചു. കോൺഗ്രസ് MLA PC വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ കുടിശ്ശികയുണ്ടെങ്കിലും വിതരണം മുടങ്ങിയിട്ടില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ മറുപടി നൽകി. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലാണെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. 5 മാസമായി മുടങ്ങിയ പെൻഷൻ വിതരണം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. 15-ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനം ഫെബ്രുവരി 15 വരെയാക്കി വെട്ടിച്ചുരുക്കി. മാർച്ച് 27 വരെ സമ്മേളനം നടത്താനായിരുന്നു മുൻപ് തീരുമാനിച്ചിരുന്നത്. സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി 5-ന് അവതരിപ്പിക്കും. ഫെബ്രുവരി 12 മുതൽ 15 വരെ ബജറ്റിന്മേലുള്ള ചർച്ചകൾ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ നാളെ സർവകക്ഷി യോഗം വിളിച്ചു. സമ്മേളന കാലയളവിൽ പാർലമെന്റിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പുവരുത്തുന്നതിനാണ് ഇരുസഭകളിലെയും കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചത്. ബജറ്റ് സമ്മേളനത്തിന് മറ്റന്നാളാണ് തുടക്കമാവുന്നത്. രാഷ്ട്രപതിയുടെ അഭിസംബോധനയോടെയായിരിക്കും സഭാ നടപടികൾ ആരംഭിക്കുക. ഇടക്കാല കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഫെബ്രുവരി 1 അവതരിപ്പിക്കും. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ബീറ്റിംഗ് ദ റിട്രീറ്റ് ചടങ്ങ് ന്യൂഡൽഹിയിലെ വിജയ് ചൌക്കിൽ നടന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. കര, നാവിക, വ്യോമസേനകളുടെയും കേന്ദ്ര സായുധ പോലീസ് വിഭാഗങ്ങളുടെയും സംഗീത ബാൻഡുകൾ ചടങ്ങിൽ സംഗീത വിരുന്നൊരുക്കി. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യമുയർത്തി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര മുൻ MP സുരേഷ് ഗോപി കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്തു. NDAയുടെ വിവിധ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. കണ്ണൂർ നഗരം ചുറ്റി പുതിയ തെരു വരെയാണ് പദയാത്ര നടത്തുന്നത്. സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയ്ക്ക് ഏർപ്പെടുത്തിയിരുന്ന നിരോധനം 5 വർഷത്തേക്ക് കൂടി നീട്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് ഭീഷണിയാകുന്ന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി UAPA നിയമപ്രകാരമാണ് സിമിക്ക് കേന്ദ്രം നിരോധനം ഏർപ്പെടുത്തിയിരുന്നത്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ എഡിറ്റോറിയൽ എക്സിക്യൂട്ടീവ്, ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ, മലയാളം എന്നീ വിഭാഗങ്ങളിലേക്ക് പ്രസാർ ഭാരതി അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് newsonair.gov.in/vacancies എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈൻ അപേക്ഷകൾ application.prasarbharati.org എന്ന വെബ്സൈറ്റിൽ 2024 ഫെബ്രുവരി 8 നൽകേണ്ടതാണ്. ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനത്തോടനുബന്ധിച്ച് നാളെ മുതൽ 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന കർമ്മ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പരിപാടിയുടെ ഭാഗമായി വാർഡ്, പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. 2023 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് അടുത്ത മാസം 5 വരെ അപേക്ഷിക്കാമെന്ന് ചലച്ചിത്ര അക്കാദമി പത്രക്കുറിപ്പിൽ അറിയിച്ചു. 2023 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ സെൻസർ ചെയ്ത ചലച്ചിത്രങ്ങൾ, കുട്ടികൾക്കുള്ള ചലച്ചിത്രങ്ങൾ, ചലച്ചിത്ര സംബന്ധിയായ പുസ്തകങ്ങൾ, ലേഖനങ്ങൾ എന്നിവയാണ് അവാർഡിന് പരിഗണിക്കുക. തിരുവനന്തപുരത്ത് സബ് ജയിൽ ഉദ്യോഗസ്ഥൻ വീട്ടുമുറ്റത്തെ കിണറ്റിൽ വീണ് മരിച്ചു. തിരുവനന്തപുരം സബ് ജയിൽ സൂപ്രണ്ട് S. സുരേന്ദ്രനാണ് കാൽവഴുതി കിണറ്റിൽ വീണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യകരമായ മത്സര രീതികളാണ് ജീവിതത്തിൽ പിന്തുടരേണ്ടതെന്ന് പരീക്ഷാ പേ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാർത്ഥികളെ പരസ്പരം താരതമ്യം ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും രക്ഷിതാക്കളോട് പ്രധാനമന്ത്രി. 15 സംസ്ഥാനങ്ങളിലെ 56 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 27. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ നിയമസഭയിൽ ഇന്ന് നടന്നു. ഗവർണർക്കെതിരെ വിമർശനമുന്നയിച്ച് ഭരണപക്ഷ MLA-മാർ. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ അപാകത ആരോപിച്ച് പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. ബജറ്റ് സമ്മേളനം ഫെബ്രുവരി 15 വരെയാക്കി വെട്ടിച്ചുരുക്കാൻ തീരുമാനം. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ നാളെ സർവകക്ഷി യോഗം വിളിച്ചു. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ബീറ്റിംഗ് ദ റിട്രീറ്റ് ചടങ്ങ് ന്യൂഡൽഹിയിൽ നടന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.